ഗൈസ് ഇന്ന് ഒറ്റപ്പാലം പോവാണ്. അതായത് എന്റെ വീട്ടിലേക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹിബനിട്ട് ട്രോൾ ചെയ്യുന്നതുകൊണ്ട് ഹിബനോട് ഇപ്പം മുണ്ടണില്ല. അതിന്റെ പ്രാവശ്യത്തിൽ ഞാൻ പറഞ്ഞു എന്തെങ്കിലും വീഡിയോ ഇന്ത്യയും കിട്ടുമ്പോൾ എടുത്തോ, ഞാൻ തന്നെ എന്നെ ട്രോളിക്കൊണ്ട്. എന്നിട്ട് ഞാൻ ബേഗത്തിന്റെ കയ്യിൽ ഫോൺ കൊടുത്തു. ഞാൻ അറിയാതെ എന്നോട് എന്റെ വീഡിയോ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടല്ലോ എന്റെ കൈന്റെ ഇടയിൽ കൂടെയാണ് ക്യാമറ കൊടുക്കുന്നത്. വീരാൻ പറഞ്ഞു മൂസാപ്പോന്ന് വലിച്ചു നോക്കടാർന്നു. ഞാൻ എന്റെ ഊക്കും മുടുക്കും ഒക്കെ കെട്ടുകാണ്ട് ഒരു ഒറ്റ വലിയ വെട്ടിയോടത്തൊന്നല്ല മുറിഞ്ഞത്. ഓരോ സമാധാനത്തിന് ഞാൻ എന്നെ തന്നെ ട്രോൾ ചെയ്യണം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. എന്റെ പ്ലാൻ 1:20 ട്രെയിനിൽ പോകാനായിരുന്നു. പക്ഷേ ഈ രണ്ട് ഹംക്കളും 12:15 ട്രെയിനിൽ പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ ട്രെയിനിൽ പോരെ കറക്റ്റ് ടൈമാണെന്ന്. നാട്ടിൽ പോണ ദിവസങ്ങളിൽ ഇതിന്റെ ലഞ്ചൊക്കെ ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ആണ്. പിന്നെ എസ്കലേറ്റർ കയറുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ മസ്റ്റ് ആണ്. ഇടയ്ക്ക് ക്യാമറ ഒക്കെ പിടിച്ച് നടുറോട്ടിൽ നിന്ന് വട്ടം തിരിയുമ്പോൾ എനിക്ക് തന്നെ തോന്നും പിരാന്താണ്. പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിക്കും ഇങ്ങനത്തെ കുറെ പിരാന്തന്മാരെ കൂടെ ജീവിക്കുന്നത്. അപ്പൊ കുറച്ച് പിരാന്തൊക്കെ ആവാന്ന്. ക്യാമറ ഇങ്ങനെ പിന്നെ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവുക അല്ലെങ്കിൽ ഒരു വ്ളോഗർ ആവുക എന്ന് പറയുന്നത്. എല്ലാ വർക്കിനും അതിന്റേതായ റിസ്ക്കും അതിന്റേതായ കഷ്ടപ്പാടും ഉണ്ട്. അങ്ങനെ ഒരുവിധം ട്രെയിൻ കുത്തിപ്പിടിച്ച് കയറിയിട്ട് സമാധാനത്തിലൊന്ന് കഴിക്കാൻ നോക്കിയപ്പോൾ ഓനക്കുമാണല്ലോ നമ്മളെ നയിച്ചത്. എന്തെങ്കിലും തിന്നാൻ മേടിച്ചേരോന്ന് ചോദിച്ചിട്ടാണ് ഈ കുട്ടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ പാവം തോന്നിട്ട് നമ്മൾ കുറച്ചാണ് കൊടുത്ത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഈ ട്രെയിനാണെങ്കിൽ ആരെങ്കിലും ഒന്നി കൊടുക്കേണ്ടായിരുന്നു തോന്നിട്ട് പിന്നെ പോയി നേടെ പോണ മറ്റേ ട്രെയിൻ ഞാൻ പോകേണ്ട ട്രെയിനായിരുന്നു ആ പോണത്. അതിനാണ് പോയിക്കാണെങ്കിൽ ഇപ്പൊ ഒരു മണിക്കൂർ മുന്നേ പെരലെത്തായിരുന്നു. അങ്ങനെ ഈ രണ്ടെണ്ണത്തിന്റെ സ്റ്റോപ്പ് ഇറങ്ങിയപ്പോ ഒരു രണ്ടെണ്ണം ഇറങ്ങി പോയിട്ടാ. കുറച്ചേനപ്പോ നമ്മുടെ പ്രകൃതി രമണി കാണാൻ തുടങ്ങി. അപ്പൊ മനസ്സിലായി പാലക്കാട് എത്തിക്കണമെന്ന്. ഇന്ന് ഞാൻ സർപ്രൈസ് ആയിട്ടാണ് വീട്ടിൽ പോണത്. ഒരു കാര്യം അറിയാന്ന് വരുന്നത് ഈ ഒരു ബോർഡ് കാണുമ്പോൾ എന്താ അറിയില്ല ഒരു പ്രത്യേക സന്തോഷമാണ്. അങ്ങനെ നമ്മൾ ഒറ്റപ്പാലത്ത് വരോട് ബസ് കയറിയിട്ട് പേരെ പോവാണ്. നോക്കുമ്പോഴോ പേരയിൽ ആരുമില്ല. അപ്പൊ എങ്ങനെ ഇരിക്കണം. ഞങ്ങൾക്ക് എന്റെ വീട്ടിലത്തെ കുറച്ച് ഈവനിങ് വ്യൂസ് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട്ടിലെ വലിയ വ്യൂ. എന്റെ വീട്ടിലത്തെ ഈ വാഴകളും അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഈ ഒരു വാഴയും. പക്ഷെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവര് വന്നു. സാധാരണ ഇങ്ങനെ എല്ലാം റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ എന്ത് പറ്റിയെന്നാവും. എന്തായാലും സർപ്രൈസ് കുളമായത് എല്ലാവരും അറിയിക്കുന്നു. അപ്പൊ ഇന്നത്തെ ബാക്കി പിന്നെ